അതെ, ഈ ഫീൽഡിൽ വരുന്നതിനേക്കാൾ മുമ്പൊക്കെ ഒരുപാട് പണ്ട് ഒരാൾ ഇടിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് അല്ലേ? അത് ഒരു മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി. നമുക്ക് നമ്മൾ വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ വളർന്നു വരുമ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഇങ്ങനെ ഉണ്ടാവുമല്ലോ. അച്ഛൻ പണ്ട് പോലെ പറയും, ശരിക്കും നമ്മൾ പേടിക്കുമ്പോഴാണ് നമ്മൾ അറ്റാക്ക് ചെയ്യപ്പെടുന്നത് കൂടുതലും. അപ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ വരുന്നെങ്കിൽ തിരിച്ച് എന്തെങ്കിലും കൊടുക്കണം. അപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ അത്രയെങ്കിലും ചെയ്തല്ലോ എന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും നമുക്ക് ഉള്ളിൽ വരും. ചിലപ്പോൾ അവർക്ക് വേദന എടുത്തെന്ന് വരണം എന്നില്ല, ബട്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ലേ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന്. കാരണം എനിക്ക് ആ റിഗ്രറ്റ് എന്നെ +1 എന്നോട് വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്ത കുട്ടിയോട് 2 ദിവസം ഉണ്ടായിരുന്നു ആ ബിഹേവിയർ. ആദ്യത്തെ ദിവസം എനിക്ക് ഒന്നും ചെയ്യാൻ, ഞാൻ നമ്പായി പോയി, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് എന്നെ മൈൻഡിൽ കയറിയതാണ് എനിക്ക് ഇന്ന് തിരിച്ചു കൊടുക്കണം എന്നുള്ളത്. അത് നെക്സ്റ്റ് അവൻ ബാഡായിട്ട് ബിഹേവ് ചെയ്തപ്പോ കൊടുക്കാൻ പറ്റും, അത് കിട്ടാൻ വേണ്ടിട്ടായിരിക്കും. അതെ, അപ്പൊ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി. അത് അൾട്ടിമേറ്റ് ആണ്. ഇപ്പൊ അതെ, അത് ഭയങ്കര അൾട്ടിമേറ്റ് ആണ്. കാരണം പണ്ട് ഞാൻ ഒരു ട്രീറ്റ്മെന്റ് എടുക്കാൻ പോയപ്പോ ഒരു കുട്ടിയുടെ അച്ഛനാണ്, അതായത് എന്റെ അതേ ഏജുള്ള ഒരു കുട്ടിയുടെ അച്ഛൻ എന്നോട് മിസ്ബിഹേവ് ചെയ്തു. അപ്പൊ ഞാൻ കൊടുത്തു തിരിച്ച്. ആ സമയത്ത് ഭയങ്കരമായിട്ട് മിസ്ബിഹേവ് ചെയ്തു. അതെനിക്കറിയില്ല, അന്നത്തെ അഡ്രിനൽ റഷിന് ഞാനൊരു 4th സ്റ്റാൻഡേർഡ് ആണെന്ന് തോന്നുന്നു. അന്ന് എനിക്കത് ചെയ്യാൻ പറ്റും. അതെ അതെ. അപ്പൊ അപ്പോഴാണ് ഞാൻ പറയുന്നത്, നമ്മളെ പാരന്റിങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അന്ന് വീട്ടില് വന്ന് പറയുമ്പോ അവര് അയ്യോ മക്കൾ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പേടിച്ചു. പിന്നെ നമുക്ക് പേടിയായിരിക്കും. പിന്നെ അതിനുശേഷം ഒരാൾ മിസ്ബിഹേവ് ചെയ്തപ്പോൾ ഞാൻ അപ്പൊ റിയാക്ട് ചെയ്തിട്ട് അച്ഛനോട് ചെന്ന് പറഞ്ഞു. അച്ഛൻ നല്ല പൊട്ടിച്ചു, വീടിന്റെ അടുത്ത് അവർക്ക് നല്ല പൊട്ടിച്ചു. അപ്പൊ ഒരു സാറ്റിസ്ഫാക്ഷൻ. അതൊക്കെ കണ്ടു വളരുമ്പോൾ നമ്മൾ എന്തായാലും കൊടുക്കാനുള്ള ഒരു ഇത് വരുമല്ലോ. ഇപ്പോഴും അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇവൻ ഈ ഒരു ഫീൽഡിൽ ആണെങ്കിലും അല്ലെങ്കിലും, ഈ ഫീൽഡിൽ മാത്രമല്ല മൊത്തത്തില് അത് വളരെ ഇമ്പോർട്ടന്റ്. എന്താ അറിയോ, പണ്ട് നമ്മള് എല്ലാവരും കണ്ണടച്ചങ്ങ് വിശ്വസിക്കുന്ന സമയമല്ലേ കുഞ്ഞുനാളായിരുന്നു. ഇപ്പൊ നമുക്കത് നമ്മൾ ഒബ്സർവ് ചെയ്യും. ഇപ്പൊ നമ്മൾ ആരോട് സംസാരിക്കണം, ആരോട് സംസാരിക്കണ്ട എന്നുള്ളത് നമുക്ക് ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ അങ്ങനത്തെ അനുഭവങ്ങൾ വളരെ വിരളമാണ്. പിന്നെ ബസ്സിൽ കൂടെ പോയാലും ട്രാവൽ ചെയ്യുമ്പോഴും നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആണ്, എങ്ങനെ എവിടെ ഇരിക്കണം, എങ്ങനെ റിയാക്ട് ചെയ്യണം. പിന്നെ ഇപ്പൊ മറ്റു പേടിയില്ല. അയ്യോ ഈ അവര് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പവിത്രത, ആ സംഭവങ്ങളൊക്കെ മനസ്സിൽ വരുമ്പോഴാണ് നമ്മൾ നമ്പായി പോകുന്നത്. ആക്ച്വലി അങ്ങനെ അല്ല, അവർക്ക് എന്തും ചെയ്യാൻ നമുക്ക് തിരിച്ചു ചെയ്യാം. ആ ഒരു സംഭവം അങ്ങ് വിചാരിച്ചാൽ മതി, ബാക്കിയൊക്കെ സെറ്റാണ്. എന്താ അറിയോ, ഞാൻ എന്റെ അമ്മയ്ക്ക് ഇതുപോലൊരു ഭയങ്കര ബാഡ് ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. പണ്ടല്ല, ഒരു 1 year ബാക്ക്. അപ്പൊ ആ സമയത്ത് വളരെ കുഞ്ഞ് ഇൻസിഡന്റ് ആണ്. പക്ഷെ അമ്മ വീട്ടിൽ നിന്ന് ഭയങ്കര ഫ്രീസ് ആയിട്ട് 2 ദിവസം. ഞാൻ പറഞ്ഞു എന്തിനാ പേടിക്കണം, ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കേസ് ഫയൽ ചെയ്ത പോലെ. വീടിന്റെ അടുത്ത് നടന്നൊരു ഇൻസിഡന്റ് ആണ്, എന്തിനാ പേടിക്കണം, അതിന്റെ ആവശ്യമില്ല. നമ്മളെന്തോ വലിയ സംഭവം എന്ന് പറഞ്ഞപ്പോഴാണ് പ്രശ്നമാകുന്നത്. തിരിച്ചു കൊടുത്താൽ തീരാവുന്ന പ്രശ്നം. അതെ, ഇത് നമുക്ക് കുഞ്ഞൊരു സെഗ്മെന്റിലേക്ക് പോവാം. ഒരു കുഞ്ഞു സെഗ്മെന്റ് ആണ്. ഈസി ക്വസ്റ്റ്യൻ ആയിരിക്കും. ഈസി ക്വസ്റ്റ്യൻ അല്ലേ ചേട്ടാ? അതെ, ഈസി ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതിൽ 2 ഓപ്ഷൻസ് തരും. അതിലൊരെണ്ണം സെലക്ട് ചെയ്യണം, അത് എന്തുകൊണ്ടാണെന്നുള്ളതൊന്ന് ക്ലാരിഫൈ ചെയ്യണം. അത്രേ ഉള്ളൂ, സിമ്പിൾ. അപ്പം സെഗ്മെന്റിന്റെ പേര് വാട്ട് ഈസ് യുവർ ചോയ്സ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സോഷ്യൽ മീഡിയ വഴി ആക്രമിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടരെ എങ്ങനെ നേരിടും? ഒന്നാമത്തെ ഓപ്ഷൻ നിയമം വഴി, രണ്ടാമത്തെ ഓപ്ഷൻ സോഷ്യൽ മീഡിയ വഴി തന്നെ. എങ്ങനെയായിരിക്കും ഗൗരി നേരിടുന്നത്? ലൈക്ക് എനിക്ക് തോന്നുന്നത് ഓൾറെഡി ഈ ഒരു ഫെയിമിൽ നിൽക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഒരു സോഷ്യൽ മീഡിയ വഴി എന്തെങ്കിലും ഒരു ബാഡ് കമന്റ്സോ അല്ലെങ്കിൽ നെഗറ്റീവ് മെസ്സേജസോ അങ്ങനെയും വരാലോ. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രൈമറി സെക്കൻഡറി ആയിട്ട് ചൂസ് ചെയ്യുള്ളൂ. ആദ്യം പ്രൈമറി ആയിട്ട് ഞാൻ സെൽഫായിട്ട് ഡീൽ ചെയ്യും. സെക്കൻഡറി ഞാൻ അടിക്കൂടി കേസ് ഫയൽ ചെയ്യും. ആരും അറിയാതെ ഞാൻ അത് ചെയ്തതാ. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ അങ്ങനെ ചെയ്തായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ. കാരണം 2 സൈഡും വേണം. അതാണ് കാരണം നമ്മള് നിയമം വഴി എടുക്കുമ്പോൾ എന്താ അറിയോ, അതിനൊരു പെട്ടെന്നൊരു ഇൻസൈഡ് സൊല്യൂഷൻ ഉണ്ടാവും. നമ്മളായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ പബ്ലിക്കിനൊരു കറക്റ്റ് വ്യൂ പോയിന്റ് കിട്ടും. പക്ഷെ ആ സാധനം ഈ ഇടുന്ന പോസ്റ്റ് ആയാലും കമന്റ് ആയാലും അത് റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് സൈബർ സെല്ലിന്റെ ഹെൽപ്പ് വേണം. അപ്പൊ 2ഉം ആവശ്യമാണ്. അപ്പൊ ഞാൻ 2ഉം ചൂസ് ചെയ്യും. ആണല്ലേ? ഈ അടുത്ത് വന്ന ഒരു കഴിഞ്ഞ ഒരു കോൺട്രവേഴ്സി നടന്ന സമയത്ത് ഞാൻ ആദ്യം പോസ്റ്റ് എന്റെ പേഴ്സണലി ഒരു ഒപ്പീനിയൻ പറഞ്ഞിട്ട് എന്റെ ഒപ്പീനിയൻ എന്താണോ അത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ സൈബർ സെല്ലിൽ പോയി കേസ് കൊടുത്തു. അപ്പൊ അങ്ങനെയാണ് പ്രൈമറി സെക്കൻഡറി രീതിയിൽ തന്നെ പോകുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, നെക്സ്റ്റ്, എത്ര ശ്രമിച്ചിട്ടും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചിലർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ, ഒന്നാമത്തെ ഓപ്ഷൻ അവരെ അവരുടെ വഴിക്ക് വിടും. 2, ഏത് വിധേനയും അവരെ പറഞ്ഞ് മനസ്സിലാക്കും.
അവരവരെ വഴിക്ക് വിടും. ആ അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. simple. കാരണം മറ്റത് നമ്മൾ ഭയങ്കരമായിട്ട് ഡ്രെയിൻ ആയി പോയില്ലേ, കുറെ അനുഭവിച്ചത് എന്തിനാ അനുഭവിച്ചിട്ടുണ്ട്. എന്തിനാ വെറുതെ നമ്മുടെ ടൈം നമ്മുടെ എല്ലാം നമ്മള് ഡ്രെയിൻ ആവും. ഡ്രെയിൻ ആവും. അവര് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മനസ്സിലാക്കാൻ പറ്റാത്തവര് പോട്ടെ, അവർക്ക് മിസ്സാവുന്നു അല്ലേ? അല്ല അത് ആ പേഴ്സണാലിറ്റിക്ക് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കാൻ അവരുടെ വ്യൂ പോയിന്റിൽ അത് പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കാൻ നമുക്ക് ആ വ്യൂ പോയിന്റിൽ പറ്റുന്നില്ല. അത് രണ്ട് വ്യക്തികളാവുന്നുള്ള പ്രശ്നമാണ്, പ്രശ്നങ്ങളല്ല. അതെ. അപ്പൊ നമ്മൾ അവരുടെ വഴിക്ക് വിടും. നമ്മൾ കൂടുതലായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇനി ഏത് നേരവും നമ്മളെ കുറ്റപ്പെടുത്തുന്നവരെ ഒന്ന് സ്റ്റോപ്പ് ക്രിട്ടിസൈസിങ് മീ എന്ന് പറയും, അല്ലെങ്കിൽ ഒരു ചെവിയിൽ കൂടി കേട്ട് മറ്റേ ചെവിയിൽ കൂടി കളയും. അത് ഭയങ്കര പേഴ്സണൽ സ്പേസിലുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ മേ ബി പറയും ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യരുത് എന്ന് പറയും. അല്ല നമുക്ക് അത്ര വേണ്ടപ്പെടാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അവിടെ പറഞ്ഞോ, ഞാൻ കേക്ക് വൈറ്റ്. എങ്ങനെ ശരിക്കും ഇങ്ങനെ ഉപദേശമൊക്കെ കേൾക്കുമ്പോ ഉപദേശം ഞാൻ ശരിക്കും ലിസൺ ചെയ്യാറുണ്ട് ആക്ച്വലി. എനിക്ക് കാരണം ഞാൻ കേക്ക് ഒരു 10 പേരിനെ ഉപദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ രണ്ടെണ്ണം എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്. അതായത് ഞാൻ എക്സാമ്പിൾ പറയുന്നതാണ്. ഇപ്പൊ 10 പേര് എൻ്റെ അടുത്ത് എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പേര് ആ 10 ലിസണിലും 2 പേരിന് എനിക്ക് എന്തെങ്കിലും ഔട്ട് കിട്ടിയിട്ടുണ്ട്. എന്നോട് ചിലവർ പറഞ്ഞ് കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നാമത്തെ എൻ്റെ അച്ഛൻ എന്നെ ഭയങ്കരമായിട്ട് ഉപദേശിക്കും. അച്ഛൻ കാറിലൊക്കെ കൊണ്ട് നടന്ന് ഉപദേശിക്കുന്ന ആളാണ്. എന്റെ ഫ്രണ്ട്സ് വന്നു കഴിഞ്ഞാൽ അവർ പറയും അയ്യോ ഇനി ഗൗരിയുടെ അച്ഛൻ്റെ ഉപദേശം കേൾക്കണം, ആ ഒരു മൈൻഡ് സെറ്റ്. കാരണം അച്ഛൻ ഭയങ്കരമായിട്ട് ഉപദേശിക്കും. അതേ സ്വഭാവം എനിക്കുണ്ട്. ഞാൻ എൻ്റെ യങ്ങർ ഗ്രൂപ്പ്സ് എന്നോട് ആരെങ്കിലും ഉണ്ടെങ്കിലും എൽഡർ ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ സെയിം പിയർ ഗ്രൂപ്പ് ഉണ്ടെങ്കിലും ഞാൻ അവർ ചെയ്യുന്നൊക്കെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ഉപദേശിക്കുന്ന കൈൻഡ് ഓഫ് ആളാണ്. ഓക്കെ. പക്ഷെ അങ്ങനെ കിട്ടിയ ഒരു ഉപദേശത്തിന് ഞാൻ പഠിച്ച കാര്യമാണ് എക്സ്പീരിയൻസിൽ നിന്ന് പഠിക്കാതിരിക്കുക, മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് കണ്ട് പഠിക്കുക എന്നുള്ളത്. കാരണം ഇപ്പൊ ചിലവർ എന്തുകൊണ്ടാണ് ഫെയിൽ ആയത് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ആ ഫെയിലിയറിന് ഉണ്ടാവുന്ന ടൈം ഉണ്ടല്ലോ, അത് നമുക്ക് ആ ഒരു ടൈം കൺസ്യൂമിങ് ഉണ്ട്, അത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പൊ നമ്മള് ആ ഒരു ഫെയിലിയർ ആവുന്ന റീസൺ കണ്ടുപിടിച്ചിട്ട് അതിന് സൊല്യൂഷൻ നമുക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആണ്. അത് അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ. കൂടുതലും ആളുകൾ പക്ഷെ പറയുന്നത് നമ്മളുടെ എക്സ്പീരിയൻസിലൂടെ നമ്മൾ പഠിക്കണം എന്നാണ് കൂടുതലും ആൾക്കാർ പറയുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല. നമ്മൾ എന്തിനാ പോഡ്കാസ്റ്റ് ഇന്റർവ്യൂസ് ഒക്കെ കാണുന്നത്? ആക്ച്വലി മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ എക്സ്പീരിയൻസ് അവരുടെ ഫെയിലിയേഴ്സും ഉണ്ട്, അവരുടെ സക്സസും ഉണ്ട്, രണ്ടും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അവർ സക്സസ് ആവുന്ന ഒരു വഴി ഉണ്ടാവും, ഒരു ഫെയിലിയർ ആവുന്ന റീസൺസ് ഉണ്ടാവും. ആ റീസൺസ് മനസ്സിലാക്കി അതിൽ സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് മുകളിലെത്തും. അത് സ്മാർട്ട് വർക്കാണ്. അടിപൊളി. അത് ഒരു കറക്റ്റ് കാര്യമാണ് കേട്ടോ. പക്ഷെ അങ്ങനെ എല്ലാവരും ചിന്തിക്കുന്ന എനിക്ക് തോന്നുന്നത് നമ്മളുടെ ജനറേഷനിലുള്ളവരൊന്നും അങ്ങനെ ഉപദേശം കേൾക്കാൻ ഇഷ്ടമില്ലാത്തവരെ കൂടുതലും പേര്. മെജോറിറ്റി ഇങ്ങനെ ഉപദേശം എന്ന് പറയുമ്പോഴേ വേണ്ട അങ്ങനെ. ഒത്തിരി ഇന്റർവ്യൂസും പോഡ്കാസ്റ്റ് ഒക്കെ കാണുന്ന ആളാണ്. ഭയങ്കരമായിട്ട് കാണും. ധന്യവർമ്മയുടെ ഒക്കെ ഭയങ്കര കാണും, ഒരുപാട് ഇന്റർവ്യൂസും പോഡ്കാസ്റ്റും കാണും. ഞാനിങ്ങനെ എക്സ്പീരിയൻസസ് ഇങ്ങനെ ഇരുന്ന് കേൾക്കും, ഭയങ്കര ഇഷ്ടമാണ്. കാരണം ചില കാര്യങ്ങളൊക്കെ അവർ പറയുന്നത് നമുക്ക് കറന്റ്ലി നമ്മൾ പോകുന്ന സിറ്റുവേഷൻസ് ആയിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പൊളിറ്റിക്സ് കാണും, ഭയങ്കരമായിട്ട് പൊളിറ്റിക്സ് കാണും. അത് നമ്മളിങ്ങനെ അവര് ഓരോ വഴികളും പൊളിറ്റിക്സ് നമുക്ക് യൂസ്ഫുൾ ആണ്, അവർ പോകുന്ന വഴികളൊക്കെ. അപ്പൊ അതിൽ ഓരോന്നും നമുക്ക് ഭയങ്കരമായിട്ടും യൂസ്ഫുൾ ആവും. അത് ഞാൻ ഉപദേശം കേൾക്കാൻ ഞാൻ പറയും. വിവരമില്ലാത്തവരുടെ ഉപദേശം കേൾക്കാൻ നിൽക്കരുത്. അത് നമ്മൾ അവർ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അയ്യോ വേണ്ടെന്ന് പറയും. ഞാൻ ട്രെയിനിലൊക്കെ പോകുമ്പോണ്ടല്ലോ, ഞാൻ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് തമ്മിൽ സംസാരിക്കാൻ ഞാൻ ശ്രദ്ധിക്കും. അപ്പൊ അവരുടെ ഒരു വൈബ് നമുക്ക് കണക്ട് ആണെങ്കിൽ ഞാൻ പതിയെ പോയി അവരോട് സംസാരിക്കും. എന്തൊക്കെയുണ്ട് വിശേഷമല്ല, ഞാൻ അവരോട് പോയിട്ട് ആ കോൺവെർസേഷനിൽ ഒരു പാർട്ടാവും. അപ്പൊ എനിക്ക് കുറച്ച് ഇൻപുട്ട് കിട്ടും, അതെനിക്ക് യൂസ്. മറ്റത് ചിലവര് സംസാരിക്കാൻ വന്നുണ്ടല്ലോ വള്ളിയാണ്. ഞാൻ പിന്നെ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞിരിക്കുമ്പോ പറഞ്ഞോ. ചുമ്മാ ട്രെയിനിലൊക്കെ ഒരു അമ്മച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറയോ? അങ്ങനത്തെ ഉപദേശം ഞാൻ കേൾക്കത്തില്ല. കല്യാണം കഴിക്കുന്നില്ല, അത് ഞാൻ കേൾക്കത്തില്ല. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്, ഇപ്പോഴും കേൾക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ, കെട്ടണ്ടേ? അമ്മച്ചി അമ്മ വേണമെങ്കിൽ 2ാമത് കെട്ടിക്കും, എനിക്ക് കെട്ടണ്ട. ആ മൂടാണ് എനിക്ക്. ഇപ്പൊ കുറെ പേര് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. ഒത്തിരി അല്ലാതെ പറയുന്നുണ്ട്. എന്റെ നാട്ടിൽ പോകുമ്പോഴും അടുത്ത് ഇനി കല്യാണത്തിന് വിളിക്കണേ, അവര് പറയട്ടെ, അതൊക്കെ അവരുടെ ഒരു ആഗ്രഹമല്ലേ. അപ്പൊ എന്താ പറയാറ്? ഫോട്ടോഷൂട്ട് വീഡിയോസ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ കാണിച്ചു തരാം. പിന്നെ അഭിനയിക്കുന്നുണ്ട്, അതിൽ ഒരുപാട് കല്യാണം കേൾക്കുന്നുണ്ട്. കല്യാണം കഴിച്ചാൽ നേരിട്ട് വേണം. പിന്നെ റീസെന്റ് ആയിട്ട് പറയുന്നു, ഏറ്റവും റീസെന്റ് ആയിട്ട് ഞാൻ കേട്ടൊരു ഉപദേശം ഭയങ്കരമായിട്ടും ഞാൻ ചേട്ടനോട് തിരിച്ച് നല്ല മറുപടി പറഞ്ഞു, നൈസായിട്ട് പറഞ്ഞു. ഈ ഇടയ്ക്ക് റീൽ എടുക്കാൻ പോയപ്പോ
ഫ്രണ്ട് ഇരിക്കുന്ന ഒരാൾ ഉപ്പുമുളകിന് ഭയങ്കര ഫാനാണ്. അപ്പോൾ ആള് ഗൗരി എന്താണ് ഇവിടെ, കുറച്ച് ഏജാണ്, ഭയങ്കര കാര്യത്തിൽ സംസാരിക്കുന്നു, ഭയങ്കര നമ്മൾ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഭയങ്കരമായിട്ടും റെസ്പെക്ട് ചെയ്യുന്ന ഒരാൾ. ഓക്കെ. അപ്പോൾ ആള് വേറൊരു ചേട്ടനെ വിളിച്ച് പറയാണ് ഉപ്പുമുളകാണ്. അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ കാണാറൊന്നുമില്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഏട്ടാ, ഞാനും കാണാറില്ലായിരുന്നു, ഞാൻ മൂടായിരുന്നു. അപ്പോൾ കുറച്ച് ഏജ്ഡാണ്. പുള്ളി പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് അടുത്തൊന്നും പറയല്ലേ, വേറെന്താ ചെയ്യുന്നത്? വേറൊന്നും ചെയ്യുന്നില്ല, ആർട്ടിസ്റ്റായിട്ട് നടന്നാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ പണിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു വേറെ ജോലിയും ഇതുപോലെ പോകാനുള്ള ചാൻസസ് ഉണ്ടല്ലോ ചേട്ടാ. അതുപോലെ അല്ല നമുക്കൊരു വേറൊരു ജോബ് ഉണ്ടാവാന്ന് പറഞ്ഞാൽ അത് ലൈഫിന് സെക്യൂരിറ്റിയാണ് ചേട്ടാ. അതിന് ഏൺ ചെയ്യുന്നതിനേക്കാളും ഞാൻ ഇരട്ടിക്ക് ഇവിടെ ഏൺ ചെയ്യുന്നുണ്ട്, എനിക്കത് മതി ചേട്ടാ, കുഴപ്പമില്ല, ഞാൻ ജീവിച്ചോളാം. അങ്ങനെയല്ല, നിങ്ങൾക്ക് ലൈഫ് പറഞ്ഞോടാ. ഞാൻ ചേട്ടാ ഇപ്പം എന്താ ചെയ്യുന്നത്? റിട്ടയർ ആയിരിക്കും. പൈസ ഉണ്ടോ കയ്യിൽ? ഇല്ല. എങ്ങനെ ജീവിക്കുന്നത്? മക്കള് വന്നിട്ട് പറഞ്ഞു ഓക്കെ, നമുക്ക് ഉപദേശിക്കാനല്ലേ, നമുക്ക് ജീവിക്കാനറിയില്ലല്ലോ. അവരുടെ ഇഷ്ടം, നമ്മളെ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ജോബിൽ ഞാൻ ഹാപ്പിയാണ്. നമ്മൾ ഹാപ്പിയാണോ അത് നോക്കിയാൽ മതി. പക്ഷെ ശരിയാണ്, ചില ഉപദേശങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. 10 പേര് സംസാരിക്കുന്നതിൽ 2 പേരുടെ ഉപദേശം ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം, അസ്വസ്ഥമാക്കുന്ന ഫോൺ കോൾ നിരന്തരം വന്നാൽ 1 ഫോൺ ഓഫ് ചെയ്ത് വെക്കും, 2 അവർ ബ്ലോക്ക് ചെയ്യും. അങ്ങനെ വരാറുണ്ടോ കോൾസ്? ഒന്നാമത്തെ കാര്യം, എന്നെ വിളിക്കുന്ന ആരും പിന്നെ വിളിക്കത്തില്ല. കാരണം ആദ്യത്തെ കോള് ബിസി ആയിരിക്കും മേ ബി, അല്ലെങ്കിൽ കോള് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാ ഫോൺ എടുക്കാനും സംസാരിക്കാനും ഒക്കെ. ഞാൻ പിന്നെ ചില കോൾസൊക്കെ ഭയങ്കര പേഴ്സണൽ ഇഷ്ടമുള്ള ആൾക്കാർ സംസാരിക്കാൻ നേരിട്ട് വരുമ്പോൾ ഒത്തിരി സംസാരിക്കും. ഫോണിൽ സംസാരിക്കാൻ ചാറ്റ് ചെയ്യുന്നതൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ ഫോൺ വിളിച്ചിട്ട് ഞാൻ ഹലോ പറഞ്ഞോ, ഞാൻ ഈ മൂടാ, എനിക്ക് സംസാരിക്കുന്നതൊക്കെ ഇഷ്ടമല്ല ഇങ്ങനെ ഫോണിൽ കൂടെ സംസാരിക്കുന്നത്. പിന്നെ ഭയങ്കര പേഴ്സണൽ കോൾസ് ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അനിയത്തി, അമ്മ, ഫ്രണ്ട്സ്, അങ്ങനെ കുറച്ചൊരു ഇഷ്ടമാണ്. അല്ലാണ്ട് തന്നെ വിളിച്ചാൽ ഞാൻ അധികം സംസാരിക്കും, അപ്പോൾ അവരെന്നെ മടുക്കും. ഞാനും വിചാരിക്കാൻ മെസ്സേജ് അയച്ച് കാര്യം പറഞ്ഞു. ചിലവര് വർക്കിന്റെ കാര്യം പറയാനായിരിക്കും. അപ്പൊ ഞാൻ ചിലപ്പോൾ ബിസി ആയിരിക്കും. ഞാൻ ചേട്ടാ ഒന്നും മെസ്സേജ് ഇടും, ഞാൻ വോയിസ് ഇട്ടാൽ മതി. തിരക്കിലാണ്, തിരക്കായിരിക്കും മേ ബി. അപ്പൊ ഞാൻ വോയിസ് ഇട്ടാൽ മതി, ഞാൻ കേട്ട് റിപ്ലൈ കൊടുക്കാം. ചില സമയം എനിക്ക് അപ്പം അറ്റൻഡ് ചെയ്തിട്ട് ആ കോൾ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ചിലപ്പോൾ സ്റ്റോറി പറയാനായിരിക്കും വിളിക്കുന്നത്, അല്ലെങ്കിൽ വർക്കിന്റെ ത്രെഡ് പറയാനായിരിക്കും വിളിക്കുന്നത്. അപ്പൊ എനിക്ക് ലിസൺ ചെയ്യാനുള്ളൊരു മെന്റൽ സ്റ്റേറ്റ് ആയിരിക്കില്ല. അപ്പൊ അവര് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഫ്രീ ആയിരിക്കും, പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ലിസൺ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ അത് ഒന്ന് വോയിസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ റിപ്പീറ്റ് ചെയ്താലും കേൾക്കാമല്ലോ. അതെ, അതാണ് സംഭവം. കോള് കുഴപ്പമില്ല, അത് മിക്കവരും അങ്ങനെയൊക്കെ തന്നെ, പ്രശ്നമില്ല. ലാസ്റ്റ് തന്നെ, ഒരു കാര്യം എത്ര ചിന്തിച്ചിട്ടും ഓർമ്മ വന്നില്ലെങ്കിൽ 1 ആലോചിച്ച് കണ്ടുപിടിക്കും, 2 നെവർ മൈൻഡ് എന്ന രീതിയിൽ വിട്ട് ആലോചിച്ച് കണ്ടുപിടിക്കും. ആണ് ഓവർ തിങ്കർ ആണോ? ഓവർ തിങ്കർ ആണ്. ആലോചിച്ച് ഈ മറന്നു പോയി കഴിഞ്ഞാൽ അത് ആലോചിച്ച് കണ്ടുപിടിക്കില്ല. ആ സ്ഥലമൊക്കെ പുകയും എനിക്കത് കണ്ടുപിടിക്കാണ്ട് ഞാൻ വിടത്തില്ല. പിന്നെ എനിക്കൊരു ഇതാണ്, ചിലപ്പോ ചില സിനിമ ഉണ്ടല്ലോ, ഇല്ല ആളിങ്ങനെ ശരിയാ, നമ്മളൊരു സാധനം വിട്ട് ഇതെങ്ങനെ കണ്ടുപിടിക്കും. ആ സംഭവം ഉണ്ടല്ലോ. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഈ ഒബ്ജക്ട്സ് എവിടെയെങ്കിലും പ്ലേസ് ചെയ്യുന്നത് പിന്നെ ഓർത്തെടുക്കുക ഭയങ്കര മറവിയാണ്. ഇന്ന് എന്റെ അടുത്ത് കണ്ണാട്ട റൈറ്ററാ, ഞാൻ ഈ വാച്ച് ഊരി വെച്ചിട്ട് ഞാൻ പുറത്തു വന്നു, എന്നിട്ട് എന്തോ എടുക്കാൻ മറന്നു, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ നോക്കി വാച്ച്, അപ്പൊ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക, ഇവിടെ എന്തോ മറന്നിട്ടാണ് തിരിച്ചത്. കാരണം ഇതെനിക്ക് ശീലമാണ്. പിന്നെ ഈ സിനിമയിലൊക്കെ ഏതെങ്കിലും ക്യാരക്ടർ അല്ലെങ്കിൽ സിനിമയുടെ നെയിംസ് ഒക്കെ മറന്നു. ചില സമയത്ത് നമുക്ക് ഭയങ്കര ഫെമിലിയർ ആയിരിക്കും, ഓർമ്മ വരത്തില്ല. അപ്പൊ ഏറ്റവും സിമ്പിൾ ആണ് ഗൂഗിൾ ചെയ്യാന്നുള്ളത്. ഭയങ്കര ബ്രൗസ് ചെയ്താൽ കിട്ടും. ഇല്ല ഗൗരി, നീ അത് ഓർത്ത് കണ്ടുപിടിക്കുന്നത് മെമ്മറി ടാസ്ക് ആണ്. ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് തന്മാത്രം ഓർമ്മ വരുന്നത്. ദൈവമേ, പക്ഷെ അത് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ലൈഫിൽ സക്സസ് ആയൊരു ഫീൽ. പിന്നെ ഭയങ്കര അടിപൊളി ഫീൽ. ഞാനിടയ്ക്ക് പാതിരാത്രി ഒക്കെ എണീറ്റിട്ട് എന്റെ ആ ഡ്രസ്സ് എന്നാലും എവിടെ, എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് എന്നാലും അത് എവിടെ പോയി. ഒന്നെങ്കിൽ പണ്ടൊക്കെ ആദ്യം ചിന്തിച്ചുകൊണ്ടിരുന്ന മാത്സിന്റെ ഇക്വേഷൻസ് ആണ്, ഭയങ്കരമായിട്ട് ചിന്തിക്കും. ഇപ്പൊ ഞാൻ എന്താ പറയാ, സിനിമയുടെ പേരുകൾ എന്തായിരുന്നു, ആ ക്യാരക്ടർ രാത്രി ഉറക്കം വരത്തില്ല, ഉറക്കത്തിലൊക്കെ ഞാൻ ഇങ്ങനെ അയ്യോ അത് തല ഇങ്ങനെ ചൂടാവുമല്ലോ, അത് ഭയങ്കര അടിപൊളിയാണ്.